ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രയോൺ ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഗാർഡൻ വർക്കുകളും പെയിൻറ്റിങ് വർക്കുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യാം. ചെളി കൊണ്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ചെളി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് കമ്പുകൾ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പുകൾ അതിൻ്റെ മന ഞാൻ കൂർപ്പിച്ചെടുത്തിട്ടുണ്ട് അടിച്ചതാക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് രണ്ട് കമ്പുകൾ വെട്ടിയെടുക്കണം. തവളയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊരു കമ്പ് ഇങ്ങനെ ചരിച്ച് ഇവിടെ നിന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ തവളയുടെ ബോഡി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇതുപോലെ ഒന്ന് രണ്ട് കമ്പുകളൊക്കെ ഇങ്ങനെ താങ്ങായിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ബോഡി ഷേപ്പാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് പുല്ലൊക്കെ വെച്ച് തവളയുടെ ഷേപ്പാക്കി എടുക്കണം. അപ്പം നമുക്ക് ആ പുല്ല് പറിച്ചുകൊണ്ട് വരാം. നമ്മുടെ തവളയുടെ ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തുന്നതിന് നമുക്കൊരു കുറച്ച് പുല്ലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ വയലിൽ വന്നേക്കാണ് കുറച്ച് പുല്ല് പറിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് പുല്ല് പറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് പുല്ല് വെച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് 4 കാലുകൾ സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് 4 കമ്പുകൾ ഇതിന് ഈ രണ്ട് ഭാഗത്തും ബാക്കിലുമായിട്ട് 4 കമ്പ് ഫിറ്റ് ചെയ്യാം. നമ്മളെ തവളയുടെ ഒരു ഏകദേശ സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഒന്ന് മാറിച്ചേ. നമ്മളെ തവളയിൽ നമ്മൾ മൊത്തത്തിൽ മണ്ണൊക്കെ വെച്ച് സെറ്റാക്കി രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒറിജിനൽ ഷേപ്പിലേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പം നമുക്ക് ഈ മണ്ണ് വെച്ച് ശരിയാകത്തില്ല. നമുക്ക് കുറച്ച് ചെളിമണ്ണ് വേണം. അപ്പം നമുക്ക് വയലിൽ പോയി നമുക്ക് ചെളിമണ്ണ് എടുത്തുകൊണ്ട് വരാം. നമുക്കതിൻ്റെ ആദ്യം ഇതിൻ്റെ കാലുകളൊക്കെ ശരിയാക്കി എടുക്കാം.
നമ്മൾ തവളയുടെ കാലുകളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തലയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് തലയൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ കണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ട 2 ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. ഈ ചിരട്ടകൾ വെച്ച് നമുക്ക് കണ്ണ് സെറ്റ് ചെയ്തെടുക്കാം. തവളയുടെ കണ്ണ് കുറച്ച് വലുതല്ലേ, നമുക്കൊന്ന് കുറച്ച് ഉയർന്നു നിൽക്കണം. അതിനനുസരിച്ച് നമുക്ക് ഈ ചിരട്ടകളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ തവളയൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ അതിനകത്തുനിന്ന് മൊത്തത്തിലൊന്ന് കുമ്മായം അടിച്ച് ഒന്ന് വൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കളറൊക്കെ കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യമേ ഇതിനൊന്ന് കുമ്മായം അടിക്കാം. നമ്മുടെ തവളയ്ക്ക് നമുക്ക് പച്ച നിറം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കുറച്ച് പുല്ല് പറിക്കാമെന്ന്. ഈ ഇതിനകത്തുള്ള കുറച്ച് പുല്ലുകൾ പറിച്ചിട്ട് നമുക്കൊന്ന് ചതച്ച് അതിനെ ചാറ് കൊണ്ട് നമുക്കൊന്ന് പച്ച പെയിൻറ്റ് ചെയ്താലോ. നമ്മൾ പച്ച നിറം കംപ്ലീറ്റ് ആയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കരിക്കട്ട പൊടിച്ച് കുറച്ച് കറുപ്പ് നിറം തവളയ്ക്ക് പുള്ളികൾക്ക് വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് തവളയുടെ പെയിൻ്റ് അടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഒരു അവസാനത്തെ ഒരു മിനുക്ക് പണിയുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കാം നമുക്ക്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പം നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.